സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. ആശാവർക്കർമാർക്ക് കേന്ദ്രം കുടിശ്ശിക നൽകാനില്ലെന്ന വാദം പൊളിഞ്ഞു. ആശാവർക്കർമാർക്ക് കേന്ദ്രം കുടിശ്ശിക നൽകാനുണ്ടെന്ന് രാജ്യസഭയിൽ തുറന്നടിച്ച് BJP MP രേഖാ ശർമ്മ. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന് രേഖാ ശർമ്മ. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് ലോക്സഭയിൽ കോൺഗ്രസ്. കടൽ മണൽ ഖനനത്തിനെതിരെ രാജ്യസഭയിൽ പ്രതിഷേധം. കടൽ മണൽ ഖനനം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. ഖനനം സ്വകാര്യ കമ്പനികൾക്ക് നൽകാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2-3 ഘട്ടങ്ങളുടെ നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. 2-3 ഘട്ട നിർമ്മാണം 2028 പൂർത്തിയാക്കണമെന്ന് അദാനിക്ക് സർക്കാർ നിർദ്ദേശം. ഇടുക്കി പരുന്തുംപാറയിലെ തർക്കഭൂമിയിലെ കുരിശു പൊളിച്ചു നീക്കി റവന്യൂ സംഘം. നടപടി കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് കുരിശു നിർമ്മാണം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. LDFന് 3-ാം ഊഴമുറപ്പെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. നിർണായകമായ സമ്മേളനമാണ് കൊല്ലത്ത് സമാപിച്ചത്. ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നതായിരുന്നു സമ്മേളനം. നവകേരള സൃഷ്ടിക്ക് പുതിയ വഴികൾ അംഗീകരിച്ചുവെന്നും AK ബാലൻ. പത്മകുമാറിന്റെ പ്രതികരണം പാർട്ടി ജില്ലാ ഘടകം പരിശോധിക്കുമെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. പത്മകുമാർ പാർട്ടിയുടെ പ്രിയങ്കരനായ നേതാവ്. ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശങ്ങൾ പരിശോധിക്കും. പത്മകുമാറിന്റെ പ്രതികരണത്തിനെതിരെ AK ബാലൻ. പത്മകുമാർ ഇങ്ങനെ പ്രതികരിക്കരുതായിരുന്നു. പാർട്ടി ഘടകങ്ങളിലാണ് പത്മകുമാർ അഭിപ്രായം പറയേണ്ടിയിരുന്നതെന്നും AK ബാലൻ. പത്മകുമാർ വിഷയത്തിൽ പ്രതികരിച്ച് K രാധാകൃഷ്ണൻ MP. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ അത് പറയേണ്ട വേദികളിൽ പറയണമെന്ന് K രാധാകൃഷ്ണൻ MP. പാർട്ടി ഫോറത്തിൽ എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെയാണ് അഭിപ്രായങ്ങൾ പറയേണ്ടതെന്നും രാധാകൃഷ്ണൻ MP. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അംഗം V സീത. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നടത്തിയ വിഷയത്തിൽ പ്രതികരിച്ച് K രാധാകൃഷ്ണൻ. ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ മാറ്റി നിർത്തുന്നത് എവിടെ നടന്നാലും തെറ്റാണെന്ന് K രാധാകൃഷ്ണൻ MP. മനുവാദ സിദ്ധാന്തം വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നത്. അതിനെ പിന്തുണയ്ക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെ തള്ളിപ്പറയണമെന്നും K രാധാകൃഷ്ണൻ MP. കരിപ്പൂരിൽ വൻ ലഹരിവേട്ട. മുക്കൂട് സ്വദേശിയുടെ വീട്ടിൽ നിന്ന് 1.5 കിലോ MDMA പിടികൂടി. കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയായ ടാൻസാനിയ സ്വദേശി സുൽത്താൻ ബത്തേരിയിൽ പിടിയിൽ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് തലവൻ ഷഹനാസ് സിംഗ് പഞ്ചാബിൽ അറസ്റ്റിൽ. ക്യാമ്പസുകളിലെ ലഹരി വ്യാപനം തടയുമെന്ന് ഗവർണറുടെയും VC-മാരുടെയും യോഗം. വനിതാ അഭിഭാഷകയെ ഹൈക്കോടതി ജഡ്ജി അപമാനിച്ച വിഷയത്തിൽ കോടതി ബഹിഷ്കരണത്തിൽ നിന്ന് അഭിഭാഷകർ പിന്നോട്ട്. അസോസിയേഷന്റെ അനുമതിയില്ലാതെ മധ്യസ്ഥ ചർച്ച നടത്തിയ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തിനെതിരെ നടപടി. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖ ഒരു ഇടതുപക്ഷ ബദൽ നയമാണെന്നും MV ജയരാജൻ. അന്തരിച്ച ഓംചേരി NN പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദരമർപ്പിച്ചത് വാർഷിക സാഹിത്യോത്സവത്തിൽ. സാഹിത്യോത്സവം 12-ന് സമാപിക്കും.
പെരുമ്പാവൂരിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കുന്ന മൊബൈൽ സ്ഥാപനങ്ങൾ കണ്ടെത്തി. തട്ടിപ്പ് നടത്തിയ 3 അതിഥി തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താമരശ്ശേരിയിലെ ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണം അമിത അളവിൽ മയക്കുമരുന്ന് ശരീരത്തിൽ എത്തിയതിനാൽ വയറ്റിനുള്ളിൽ 2 പാക്കറ്റുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അച്ഛന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലാണ് നടപടി. സുഹൃത്തിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകും. കാസർഗോഡ് ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകിയ യുവാവിന്റെ വീട് ആക്രമിച്ച് ലഹരിക്കേസ് പ്രതി. ചെങ്കള സ്വദേശി ഉമർ ഫാറൂഖും സഹോദരൻ നയാസും ചേർന്നാണ് വീട് കയറി ആക്രമിച്ചത്. കാസർഗോഡ് മാസ്തിക്കുണ്ട് സ്വദേശി സിനാന്റെ വീടാണ് ആക്രമിച്ചത്. മലപ്പുറം ജില്ലയിൽ അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി. ചാലിയാർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ വനത്തിനകത്തുള്ള 39 ഊരുകളിൽ നിന്നുള്ള 819 പേർക്ക് രേഖകൾ കൈമാറി. പട്ടികവർഗക്കാർക്ക് മുഴുവൻ ആധികാരിക രേഖകളും ലഭ്യമാക്കുന്നതിനായാണ് ക്യാമ്പയിൻ നടത്തുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ തിരൂർക്കാട്ട് കുറുക്കന്റെ കടിയേറ്റ് 3 പേർക്ക് പരിക്ക്. 2 പേർ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ഒരാളുടെ നില ഗുരുതരം. കുടിശ്ശികയില്ലാതെയാണ് ക്ഷേമനിധി പെൻഷനുകൾ വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. UDFന്റെ കാലത്ത് കുടിശ്ശിക കൊടുത്തു തീർത്തത് LDF സർക്കാർ. കേന്ദ്ര നയങ്ങൾ കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടും ക്ഷേമനിധി മുടങ്ങരുതെന്നാണ് സർക്കാർ തീരുമാനമെന്നും കെ.എൻ. ബാലഗോപാൽ. വന്യജീവി ആക്രമണത്തിനിരയായവർക്കുള്ള നഷ്ടപരിഹാരത്തിന് പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മലപ്പുറം മമ്പാട് മേഖലയിൽ കൂടുവെച്ച് പുലിയെ പിടിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി. SC/ST വിഭാഗക്കാർക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സഹായം സർക്കാർ നൽകുമെന്ന് മന്ത്രി OR കേളു. SC/ST വിഭാഗക്കാർക്കുള്ള കൂടുതൽ ഉള്ള ഇടങ്ങളിൽ സബ് ഓഫീസ് ആരംഭിക്കും. പട്ടികവർഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി. ഇടുക്കി നെടുങ്കണ്ടം കോമ്പയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി. മധ്യപ്രദേശ് സ്വദേശിനി സരസ്വതിയാണ് കൊല്ലപ്പെട്ടത്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന രാജേഷ് എന്ന മധ്യപ്രദേശ് സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരാഴ്ച മുമ്പാണ് ഇരുവരും കോമ്പയാറിൽ ജോലിക്കെത്തിയത്. കോൺഗ്രസിന്റെ കടൽ മണൽ സമരത്തിനിടയിലും നേതാക്കളുടെ തൊഴുത്തിൽ കുത്ത്. AICC വർക്കിംഗ് ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിലാണ് നേതാക്കൾ തമ്മിൽ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞ് പരിഹസിക്കുന്നത്. സമരത്തിനിടയിൽ കടലിൽ വീഴാൻ കാരണം 2 വെള്ളത്തിൽ ചവിട്ടിയത് കൊണ്ടാണെന്നും ഷാനിമോളുടെ പരിഹാസം. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. ഷുഹൈബിന്റെ സത്യവാങ്മൂലവും കസ്റ്റഡി അപേക്ഷയും നാളെ സമർപ്പിക്കും. താമരശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റാണ് കേസ് പരിഗണിച്ചത്. 4ാം പ്രതി അബ്ദുൽ നാസറിന്റെ ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കും. ബംഗാൾ സ്വദേശിയുടെ ഫോൺ മോഷ്ടിച്ചയാളെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടി. പിടിയിലായത് താനൂർ സ്വദേശി ഷുഹൈബ്. പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് RPFന്റെ സഹായത്തോടെ. ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തി. മെഗാ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പിൽ പങ്കെടുത്തത് 30 വയസ്സ് കഴിഞ്ഞ വനിതകൾ. ക്യാമ്പ് നടത്തിയത് മലമ്പുഴ ഉദ്യാനത്തിൽ വെച്ച്.
ബേക്കലിൽ 21 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായത് ബേക്കൽ കുതിരക്കോട് സ്വദേശി നിസാം. യുവാവ് പിടിയിലായത് വാഹന പരിശോധനയ്ക്കിടെ. കാസർഗോഡ് ഡോക്ടറെ കബളിപ്പിച്ച് 2.5 കോടി തട്ടിയ കേസിലെ പ്രതിയെ പിടികൂടി. സുനിൽകുമാർ ജൻവർ പിടിയിലായത് 5 ദിവസത്തിനു ശേഷം രാജസ്ഥാനിൽ നിന്ന്. മലപ്പുറത്ത് അടച്ചിട്ട വീട്ടിൽ നിന്നും 15 പവൻ സ്വർണം മോഷണം പോയി. തിരുത്തുപറമ്പ് നസീർ അഹമ്മദിന്റെ വീട്ടിലാണ് സംഭവം. നസീറും കുടുംബവും സൗദിയിലാണ് താമസം. വീണ്ടും മാതൃകയായി കേരളം. ആരോഗ്യവകുപ്പിന്റെ ഹൃദയം പദ്ധതിയിലൂടെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് 8000 കുഞ്ഞുങ്ങൾക്ക്. കാലതാമസമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. ചാമ്പ്യൻസ് ട്രോഫി വിജയാഘോഷത്തിനിടെ വർഗീയ സംഘർഷം. സംഭവം മധ്യപ്രദേശിലെ ഇൻഡോറിൽ. പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രദേശവാസികൾക്കും പരിക്കേറ്റു. നിരവധി വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. കർണാടകയിൽ ഗർഭിണിയായ ഭാര്യയുടെ മുന്നിൽ വെച്ച് ദളിത് യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവം. വാടക കൊലയാളിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു കോടതി. വിധി വരുന്നത് സംഭവം നടന്ന 6 വർഷത്തിന് ശേഷം. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്കായി പിങ്ക് ഓട്ടോകളെത്തി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വനിതകൾക്ക് ഓട്ടോറിക്ഷകൾ കൈമാറി. സ്ത്രീ യാത്രക്കാർക്ക് സുരക്ഷയും സ്ത്രീ ഡ്രൈവർമാർക്ക് വരുമാനവും ഉറപ്പാക്കുക എന്നതാണ് പിങ്ക് ഓട്ടോയുടെ ലക്ഷ്യം. മഹാരാഷ്ട്രയിൽ ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ള മട്ടൻ കടകൾക്ക് മൽഹാർ സർട്ടിഫിക്കറ്റ്. ഹലാൽ സർട്ടിഫിക്കറ്റിന് തുല്യമാണ് മൽഹാർ സർട്ടിഫിക്കറ്റ് എന്ന് മന്ത്രി നിതേഷ് റാണ. ഇത്തരം കടകൾ ഹിന്ദുക്കൾക്ക് മാത്രമാണ് നടത്തുന്നതെന്ന് ഉറപ്പുവരുത്തുമെന്നും റാണ. ലോക്സഭാ സീറ്റുകളുടെ പരിധി നിർണയ വിഷയത്തിൽ തമിഴ്നാടിന്റെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനായി പ്രവർത്തിക്കാൻ DMK MPമാർ. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള നടപടിക്രമം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മാത്രമല്ല ഒഡീഷ, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കുമെന്നും DMK. ജനുവരി മുതൽ 9 സംസ്ഥാനങ്ങളിൽ H5N1 വൈറസ് പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ട്. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്രം. മാർച്ച് 7 പുറപ്പെടുവിച്ച അറിയിപ്പിൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. തെലങ്കാന നാഗർ കുർണൂൽ ജില്ലയിൽ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാലിലെ തുരങ്ക പിടിഞ്ഞ സംഭവം. തുരങ്കത്തിൽ കുടുങ്ങിയ 8 തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ഗുർപ്രീത് സിംഗ് എന്ന തൊഴിലാളിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അപകടം നടന്ന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒഡീഷയിലെ ദ്വീപിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റിഡ്ലി കടലാമകൾ പ്രത്യക്ഷപ്പെട്ടു. ഗഹിർമാത സമുദ്ര സങ്കേതത്തിലെ ഏകകുലനാസി ദ്വീപിലാണ് കടലാമകളെ കണ്ടത്. 33 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ ഇനം കടലാമകൾ കൂട്ടുകൂടി മുട്ടയിടാൻ തീരത്തെത്തുന്നത്. ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ പിൻഭാഗം റൺവേയിൽ തട്ടി. മാർച്ച് 8 ചെന്നൈ വിമാനത്താവളത്തിലാണ് സംഭവം. ഇൻഡിഗോ എയർബസ് A321ന്റെ പിൻഭാഗമാണ് റൺവേയിൽ തട്ടിയത്. ഇംഗ്ലണ്ടിന്റെ വടക്ക് കിഴക്കൻ തീരത്ത് ചരക്ക് കപ്പലും ഓയിൽ ടാങ്കറും കൂട്ടിയിടിച്ച് തീപിടുത്തം. 30 പേർ അപകടത്തിൽപ്പെട്ടതായി റിപ്പോർട്ട്. കൂട്ടിയിടിച്ചത് US കമ്പനിയുടെ സ്റ്റെന്ന ഇമാക്കുലേറ്റ് എന്ന ടാങ്കറും പോർച്ചുഗലിന്റെ സോളോങ് എന്ന ചരക്ക് കപ്പലും. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല.
ഇറാനുമേലുള്ള സമ്മർദ്ദം ശക്തമാക്കി ട്രംപ് ഭരണകൂടം. ഇറാനിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ ഇറാഖിന് അനുവദിച്ച ഉപരോധ ഇളവ് അവസാനിപ്പിച്ച അമേരിക്ക. തീരുമാനം ഇറാനെ സാമ്പത്തികമായി ആശ്വാസത്തിന് അനുവദിക്കില്ലെന്ന് ഉറപ്പാക്കാനെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് യുഎസ് എമിഗ്രേഷൻ ഏജന്റുമാർ. നീക്കം ഫലസ്തീൻ അനുകൂല പ്രതിഷേധ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ നാടുകടത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ. സിറിയയിൽ സർക്കാർ അനുകൂലികളും അസദ് അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. 1000-ഓളം പേർ കൊല്ലപ്പെട്ടു. 2 ദിവസങ്ങളിലായി സംഭവിച്ചത്. 14 വർഷങ്ങളിലായി സിറിയ കണ്ടിട്ടില്ലാത്ത കൂട്ടക്കൊല. കനേഡിയൻ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ പുതിയ നേതാവായി മാർക്ക് കാർണിയെ തെരഞ്ഞെടുത്തു. ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച ഒഴിവിലാണ് മാർക്ക് കാർണിയെ തെരഞ്ഞെടുത്തത്. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാൻ 1,51,899 പേർ വോട്ട് ചെയ്തു. വൈറ്റ് ഹൗസിന് സമീപം രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തയാളെ സേന വെടിവെച്ച് പിടികൂടി. വെടിയേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സംഭവ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിലായിരുന്നു. ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ തയ്യാറാക്കിയ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ. 53,000 കോടിയോളം ഡോളർ ചെലവ് വരുന്ന പദ്ധതിയെ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളാണ് സ്വാഗതം ചെയ്തത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നിയമ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ബംഗ്ലാദേശ് സർക്കാർ. രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ബലാത്സംഗങ്ങളും കൂടി വരുന്ന സാഹചര്യത്തിലാണ് നടപടി. ബലാത്സംഗ കേസുകളിലെ അന്വേഷണം 15 ദിവസത്തിനുള്ളിലും വിചാരണ 90 ദിവസത്തിലും പൂർത്തിയാക്കണമെന്നാണ് പുതിയ നിയമം. സിറിയൻ തീരദേശ മേഖലയിൽ ഉണ്ടായ സംഘർഷങ്ങൾ നിയന്ത്രണ വിധേയമെന്ന് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷര. പ്രതീക്ഷിച്ച വെല്ലുവിളിയാണ് ഈ സംഘർഷമെന്നും ദേശീയ ഐക്യത്തിന് പ്രാധാന്യം നൽകണമെന്നും പ്രസിഡന്റ് പറഞ്ഞതായി അറബ് മാധ്യമങ്ങൾ. തീരദേശ മേഖലയായ ലതാക്കിയ, ടാർട്ടസ് മേഖലകളിലാണ് സമീപ ദിവസങ്ങളിൽ സംഘർഷം രൂക്ഷമായത്. യുഎസിലെ പിറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിനിയായിരുന്ന ഇന്ത്യൻ വംശജയെ കാണാതായി. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ കൂട്ടുകാരോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ പോയ സുദീക്ഷയാണ് കാണാതായത്. യുവതിയെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുന്നു. കൊല്ലം സ്വദേശികളായ പ്രവാസികളുടെ കൂട്ടായ്മ കൊല്ലം പ്രവാസി കൂട്ടായ്മ സലാലയിൽ സംഘടന രൂപീകരിച്ചു. സംഘടനയുടെ ഔദ്യോഗിക ലോഗോ പ്രകാശനം ഇന്ത്യൻ സ്കൂൾ സലാലയിലെ അധ്യാപകനായ നന്ദകുമാർ നിർവഹിച്ചു. അജി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. വീരാൻ കോയ ഗുരുക്കളെ ദുബായിലെ എടരിക്കോട് കോൽക്കളി ടീം ആദരിച്ചു. ഷാർജ മുബൈലയിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിലാണ് ആദരവ്. ടെൽകോൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ CEO സഹൽ കബീർ വീരാൻ കോയ ഗുരുക്കളെ പൊന്നാട അണിയിച്ചു. കുവൈറ്റ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ 2025-26 വർഷത്തെ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി യൂനുസ് സലീം, ജനറൽ സെക്രട്ടറിയായി മനാഫ് മാത്തോട്ടം, ട്രഷററായി അനസ് മുഹമ്മദ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. സൗദി ജുബൈൽ മലയാളി സമാജം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഉമർ സഖാഫി മൂർഖനാട് റമദാൻ സന്ദേശം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് തോമസ് മാത്യു മമ്മൂടാൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ സ്കൂളിലെ മലയാള വിഭാഗം മേധാവി സനൽ മുഖ്യപ്രഭാഷണം നടത്തി.
തനിമ കുവൈറ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ കൺവീനർ ജിയോമോൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. തനിമ ജനറൽ കൺവീനർ ജോജിമോൻ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി. ശ്രദ്ധേയമായി മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പറയുന്ന ഡോക്യുമെന്ററി ക്രാഷിംഗ് വേവ്സ്. മേനംകുളത്തെ യുവാക്കൾ ചേർന്നാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. സെന്റ് ആൻഡ്രൂ സ്വദേശിയായ ജോൺ ബെന്നറ്റാണ് സംവിധായകൻ. സെബിച്ചന്റെ സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ ആദ്യ ഗാനം യൂട്യൂബിൽ റിലീസായി. ഡോക്ടർ സാം കടമനിട്ടയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. ചിത്രത്തിലെ 2 ഗാനങ്ങളിൽ ഒന്ന് കെ ജയകുമാർ ആണ് രചിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.